നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരികൾ, നമ്മുടെ ഡെയിലി വെയർ ചുമ്മാ സാരികൾ, പിന്നെ ലിനൻ സാരികൾ, പിന്നെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ സാരി, അത്രയും കാണിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ വെറുതെ ഉടുക്കുന്ന ഡെയിലി വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണേ. ണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോർഡർ. നമ്മുടെ ചന്തേരിയുടെ ഒക്കെ ഒരു മെറ്റീരിയൽ പോലത്തെയാണ് ഇതിൻ്റെ സ്റ്റഫ്. കണ്ടോ, ഇങ്ങനെ വരും. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. മൂല ബോഡിയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ബോഡി. എന്താണ് ഇങ്ങനെ ഇപ്പോൾ വന്നിട്ടൊരു മുന്തിരി കളറ്. ബ്ലൗസ് ഉണ്ടല്ലോ, സെയിം തന്നെയാണേ. സെയിം അല്ല ബ്ലൗസ്. ഇത് ഈ ബോർഡറിൻ്റെ കളർ ബ്ലൗസ് ഒരു സെൽഫ് പ്രിൻ്റൊക്കെ ആയിട്ട് ഇതാണ് ബ്ലൗസായിട്ട് വരുന്നത്. ഇങ്ങനെ ഇത്രയും ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ. ഇച്ചിരി കനം കുറവാന്ന് പറഞ്ഞാൽ സീത്രൂ ആണെന്ന് ചോദിച്ചാൽ നിറച്ചും പ്രിൻ്റ് ഉള്ളതുകൊണ്ട് സീത്രൂ അല്ല. പക്ഷേ ഇതുണ്ട്, ഇത് വൺ ഫ്ലെയർ ഇട്ട് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വരും സാരി. ചുമ്മാ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അത്രേ ഉള്ളൂ സാരി. 790 അതിൻ്റെ വില. പിന്നെ സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കണം. ഈ സാരിയൊക്കെ ശരിക്കും സാരി ഫോൾ വെച്ചിട്ട് തന്നെ കൊടുക്കണം, എന്നാലേ അതൊരു ഇപ്പോൾ വിലക്കുറവുള്ള സാരിയാന്ന് പറഞ്ഞാൽ പോലുമേ അതിന് നല്ല എടുപ്പ് കിട്ടും. അന്നേരം വ്യത്യാസം വരും. അത് കാണിച്ച് ഈ സാരി ഇത് ആഷ് കളറ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ബ്ലൗസ് ഈ ഒരു ഇതാണ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് പോയിരിക്കുന്നത്. ഈ ബോർഡറില്ലേ, ഈ ആഷ് ബോർഡർ വരുന്നത് ബ്ലൗസ്. കാണിച്ചു തരാം. മുന്താണി, ബോഡി, ബ്ലൗസും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ബ്ലൗസ് അങ്ങ് അകത്തോട്ട് കൊണ്ട് ഫോൾഡ് ചെയ്തിരിക്കുക. ഇത് വരും ബ്ലൗസ്. ഉണ്ടോ, ഇരിക്കും ബ്ലൗസ്. അതിൽ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. ഈ ബോഡിയെ പോലെ ഭയങ്കര ഡയറക്റ്റ് നോക്കിയാൽ കാണാം. സിമ്പിൾ സാരിയാണ്, നല്ല എന്താ പറയുന്നത്, വളരെ സിമ്പിൾ സാരിയാണ്. എന്നാൽ ഒരു ലുക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ സാരി. അതിൻ്റെ വേറൊരു കളർ ഇത് കണ്ടോ, സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല, കളറിൽ മാത്രം വ്യത്യാസം. ഇത് വന്നിട്ട് ഒരു ബ്ലാക്കും എന്താ പറയുക ടീൽ ബ്ലൂവും പീക്കോക്ക് ബ്ലൂവും ഒക്കെ കൂടി കലർന്ന മിക്സ് ആയിട്ടുള്ള ഒരിത് സാരി. ഓർത്ത് കാണിക്കണം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാരി. ബാക്കി എല്ലാം സെയിമാണ്. മുന്താണിയും പ്രിൻറ്റും എല്ലാം സെയിമാണ്. കളർ മാത്രം വ്യത്യാസം, കളറിനകത്ത് മാത്രം വ്യത്യാസം. ഇതിനകത്ത് ബ്ലൗസ് വ്യക്തമായിട്ട് കാണാം. ബ്ലൗസ് ഇതിൻ്റെ ഫോൾഡിങ് വേറെയാണ്. ഇത് കണ്ടോ, ഇതൊന്ന് ഓണാക്കിക്കേ. അതാണോ, ഏത് ഓണാകുന്ന കാര്യം ഈ പറയുന്നത്? ഇത് ഓണല്ല. ഇത് മുന്താണി ഇങ്ങനെ അല്ല, സോറി, ബ്ലൗസ് ഇങ്ങനെ, മുന്താണി ഇങ്ങനെ, ബോഡി ഇങ്ങനെ. നമ്മുടെ കോട്ടൺ സാരികൾ കാണാം. അജ്രക്ക് പ്രിൻ്റ് വരുന്ന കോട്ടൺ സാരി. ഈ മോഡൽ സാരികൾ നമുക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എല്ലാവരും കോട്ടൺ സാരികളുടെ അന്വേഷകരാണ്. അതപ്പോൾ ഈ അജ്രക്ക് പ്രിൻ്റൊക്കെ വരുന്നതൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ലേറ്റസ്റ്റ് മോഡലായിട്ട് വരുമ്പോഴേ നല്ല പ്യുവർ സോഫ്റ്റ് കോട്ടൻ്റെ സാരി. വെറും കോട്ടൺ അല്ല, സോഫ്റ്റ് കോട്ടൺ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബോഡി വന്നിട്ട് ഇങ്ങനെ നല്ല അജ്രക്ക് പ്രിൻ്റൊക്കെ ആയിട്ട് കണ്ടോ, ഒരു മെറൂൺ ഷെയ്ഡ്, മെറൂണും നേവി ബ്ലൂവും കൂടെ കൂടിയ ഷെയ്ഡ്. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് വരും. ഒരു ഇൻഡിഗോ ബ്ലൂവിൻ്റെ ഈ ഇവിടുത്തെ ഇൻഡിഗോ ബ്ലൂന്നോ നേവി ബ്ലൂന്നോ ഒക്കെ പറയാം അല്ലേ. ഇതിൻ്റെ കളറും ഈ ഒരു വൈറ്റും കൂടെ ചേർന്ന ബ്ലൗസ്. സാരി ഇങ്ങനെ
നല്ല സോഫ്റ്റ് കോട്ടണാണ്, നല്ല സുഖമാണ്. ഇനിയിപ്പം അത് സ്റ്റാർച്ചൊന്നും ചെയ്യുകയും വേണ്ട. ചൂടുകാലം വരുമല്ല, ചൂടുകാലമാണല്ലോ. 2 ദിവസം മഴ പെയ്തില്ല, അന്നപ്പോഴേ ചൂടാണ്. ഇത് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിക്കാവേ. കോട്ടൺ, സോഫ്റ്റ് കോട്ടൻ്റെ ഇങ്ങനെ അജ്രക്ക് പ്രിൻ്റ് വരുന്നതേ. ഇത് അടുത്തത് ഇങ്ങനെ കണ്ടോ, നല്ല മുന്താണിയല്ലേ, നോക്ക്, മുന്താണിയായി കാണുന്നത്. അജ്രക്കിൻ്റെ നല്ല സൂപ്പർ ഡ്യൂപ്പർ പ്രിൻ്റ് വരുന്ന മുന്താണി. ബ്ലൗസ് ആണെങ്കിൽ ഇങ്ങനെ വരും. ആ മുന്താണിയിലെ കളറാണ് ആ ബ്ലൗസിന് വരുന്നത്. നല്ലൊരു എടുപ്പായിരിക്കും. ഇവിടെയൊക്കെയുള്ള റെഡ് കളർ വരുന്നത്. ബ്ലൗസിന് വരുമ്പോൾ ആ ഒരു റെഡ് കളറും മുന്താണിക്കും അത് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഭംഗി കിട്ടും. നല്ല ഉടുക്കാനും ഉപയോഗിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ നല്ല സുഖവുമാണ് താനും. ഇനി ഞാനിപ്പോൾ ഈ ലിനൻ സാരി കാണിക്കുന്നത് എൻക്വയറി ഒത്തിരി ഉള്ളത് കൊണ്ട് മാത്രമല്ല, കാലാവസ്ഥയും കൂടെ നോക്കിയിട്ടാണ്. ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ. അപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ട് വരെ എല്ലാവരും ഉടുക്കുന്ന സാരിയാണ് ഈ ലിനൻ സാരി. കോട്ടൺ ലിനൻ്റെ പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് ഇൻഡിഗോ. ഇന്നിപ്പോൾ ബ്ലാക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇൻഡിഗോ വേറെ ദിവസം കാണിക്കാം. ആസ് യൂഷ്വൽ ഇതിനെപ്പറ്റി വിശദീകരിക്കാം. ഇത് കോട്ടൺ പ്ലസ് ലിനൻ ആണ്. സെമി ലിനനും കോട്ടൺ ലിനനും ഒക്കെ പറയും. അതിനകത്ത് രണ്ടിൻ്റെയും മിശ്രിതമുണ്ട്, കോട്ടണും ഉണ്ട് ലിനനും ഉണ്ട്. ഇത് മിനിമം ഫസ്റ്റ് വാഷ് എങ്കിലും ഡ്രൈ വാഷേ പാടുള്ളൂ. നിങ്ങളൊരു കാരണവശാലും സ്വന്തമായിട്ട് വാഷ് അതുപോലെ സ്വയം കോൺഫിഡൻറ്റ്. എന്നോട് ഈ സാരി വാങ്ങിച്ചവരൊക്കെ ചിലർ പറഞ്ഞു ഞങ്ങൾ സ്വന്തമായിട്ട് വാഷ് ചെയ്തു, ഒരു കുഴപ്പവും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അറിയാവുന്ന ഒരു ഷാമ്പൂവിനകത്തൊക്കെ ഷാമ്പൂ വാഷൊക്കെ ചെയ്യാമെങ്കിൽ ചെയ്തോളൂ. അങ്ങനെ സ്വന്തം റിസ്കിലേ ചെയ്യാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഇത് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷാണ്. കാരണം ഇത് ഡ്രൈ വാഷ് ഉള്ളി എന്ന് പറഞ്ഞാൽ അടിച്ചാണ് വരുന്നത്. ഡ്രൈ വാഷ് മാത്രം ചെയ്യാമെങ്കിൽ പിന്നെ ഇതൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഘടനയെന്ന് പറയുന്നത് തന്നെ ഈ ഒരു കനമില്ലാതെ സ്റ്റാർച്ച് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ടതല്ല. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഇത് വാഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സാരിയൊക്കെ ഒരു പ്രാവശ്യം ഉടുത്താൽ അന്നേരം വാഷ് ചെയ്യുന്നത്. മുന്താടി വന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ലിനൻ്റെ സാരികൾ എല്ലാ സാരികളും പല റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ വില 1299. ഇതിൻ്റെ കുറഞ്ഞത് വന്നിട്ടുണ്ടായിരുന്നു 1050 അല്ലേ, 1050 ആ ഒരു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഫിനകത്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇത് വരുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റാണ്. ഇതാണ് ബ്ലൗസ്, നല്ല ജെറ്റ് ബ്ലാക്ക്. കണ്ടോ ഇതിൻ്റെ കുറേ ഡിസൈൻസ് ഉണ്ട്. ബ്ലാക്ക് മാത്രമേ ഇന്ന് എടുത്ത് വെച്ചിട്ടുള്ളേ. ഇത് മറ്റേ ലിനൻ അല്ല, ഇത് മാറ്റിക്കേ. ഇതേ സോഫ്റ്റ് കോട്ടൺ. ഇത് വേണേൽ കാണിക്കാം, അത് ലിനൻ തീരട്ടെ എന്നിട്ട് കാണിക്കാം. മിക്സായിപ്പോയി ഇടയ്ക്ക്, അതെടുത്ത് വെക്കണ്ട, അത് ഞാൻ കാണിച്ചോ. ലിനൻ്റെ വേറൊരു ഡിസൈൻ കേട്ടോ. ഡിസൈൻ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസൊക്കെ ഉള്ളൂ. എല്ലാം ജെറ്റ് ബ്ലാക്കാണ്. ജെറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ. ഇതിൻ്റെ ഇൻഡിഗോയും ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇത് മുന്താണി, ഒരു സിൽവർ ഇത് പോന്നു, സിൽവർ ബോർഡർ, സിൽവർ മുന്താണിയിൽ സിൽവർ. എപ്പോഴും ഈ ബോർഡറും മുന്താണിയൊക്കെ തെറ്റിച്ച് പറയുന്നുണ്ട് പെട്ടെന്നൊരു വിചാരം. ബ്ലൗസ് ഇങ്ങനെ കണ്ടോ, നല്ലല്ലേ. ഫങ്ഷൻ വെയറായിട്ട് എല്ലാവരും എടുക്കുന്ന കേട്ടോ. ഭയങ്കര ബ്ലാക്ക് ആണെന്നോ ഇങ്ങനെ ഈ ഒരുമാതിരി തിളക്കോ അങ്ങനെയൊന്നും ഇല്ലെന്നോ ഒന്നും അല്ല. ഇതിന് അങ്ങനെ അല്ല. ഇതിൻ്റെ ആ ഒരു ഉടുത്തു കഴിഞ്ഞാലുള്ള ലുക്കാണ് അതിൻ്റെ. ഇത്രയും പ്രിയമുള്ള സാരി ഞാൻ വേറെ കണ്ടിട്ടില്ല, സത്യം പറയുക. ഈ വലിയ കൂടിയ റേറ്റിലുള്ളതൊന്നും അല്ലല്ലോ. ഇതിൻ്റെ നല്ല വിലയുടെ വരുന്നുണ്ട്, 5000 മേളിലോട്ടുള്ള റേറ്റിലുള്ളതും വരുന്നുണ്ട്. ഉണ്ടോ ഇങ്ങനെ ഒരു 6 ആഗ് ബോർഡർ, ഇത് വരുന്ന ബോർഡർ, ചെറിയ സിൽവർ സെറി, ഇങ്ങനെ തെങ്ങോല പോലത്തെ ഒരു സൈസ് ബോർഡർ, ബോഡി ഡിസൈൻ. മുന്താണ് ഇങ്ങനെ. ബ്ലൗസ് ഒന്നുമില്ല, എല്ലാത്തിനും പ്ലെയിനാണ്. ബ്ലൗസിൻ്റെ ബോർഡർ മാത്രം വ്യത്യാസം. ഇതും കൂടെ ഉള്ളോ? അല്ലല്ലോ, അതിൻ്റെ അടി കാണും. നാളത്തെ പോലെ ഇന്നാളെനിക്ക് സാരി കൊണ്ട് കാണിക്കാൻ വെച്ചിരുന്ന മണ്ടയിലോട്ടിട്ടു. കാണിക്കേണ്ട സൗദി സാരി അവിടെ ഇരുന്നു. വീഡിയോ ഒക്കെ നിർത്തിയിട്ട് ഞാൻ പോയി എൻ്റെ പാട്ടിന്. അത് കഴിഞ്ഞപ്പോഴാണ് സാരി അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളോ? എത്ര സാരിയായി ഇപ്പോൾ? 5 ഡിസൈൻ ഇല്ലേ?
ഉണ്ടോ? 5 ഡിസൈനും കണ്ടായിരുന്നു. എന്നാൽ ഇതും കൂടെ കൂട്ടിയായിരിക്കും ഞാൻ എണ്ണേ. ഇത് അടുത്ത ഡിസൈൻ റിപ്പീറ്റ് കാണിച്ചില്ലല്ലോ അല്ലേ. ചെറിയ പൂക്കളുള്ള ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഏത് പ്രായക്കാർക്കും നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതറിയാവുന്നവർ ഇത് വാങ്ങിക്കാവുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേനുമേ അയ്യോ ഒട്ടും സ്റ്റാർച്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു അയ്യോ ചതങ്ങിയെന്ന് പറഞ്ഞ ഒരു പാവം സാധനം. പക്ഷേ ഇത് ഉടുത്ത് അതിൻ്റെ തന്നെ ബ്ലൗസ് തയ്ക്കണം. അല്ലാതെ നമുക്കൊക്കെ ഇഷ്ടംപോലെ കറുത്ത ബ്ലൗസ് ഇല്ലേ, അതെടുത്തിടരുത്. ഇതിൻ്റെ തന്നെ ആ ബോർഡറൊക്കെ വെച്ച് ബ്ലൗസും കൂടെ തയ്ച്ച് ഒരു വെള്ള മുത്തുമാലയൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലത്. ഇതിപ്പോൾ വിളിക്കാതെ വന്ന ഒരു അതിഥിയാണ്. ഇത് ലിനനല്ല, സോഫ്റ്റ് കോട്ടൺ കേട്ടോ. ഇതിൻ്റെ കൂടെ കയറിയിരുന്ന മിസ്റ്റേക്കൺലി കയറിയിരുന്നതാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഉള്ളതല്ലായിരുന്നു. ലിനൻ വേണ്ടാത്തവർക്ക് നല്ല സോഫ്റ്റ് കോട്ടൻ്റെ കറുപ്പാന്ന് പറഞ്ഞാലും നല്ല സുഖമാണ് ശരീരത്തിനെ. കണ്ടോ, ചൂടൊന്നും അറിയത്തേ ഇല്ല. ഇത് എന്താണ് ഇങ്ങനെ ലിനൻ്റെ എല്ലാ ഭംഗിയും ഇതിനും കിട്ടുന്നുണ്ട്. സൈഡിൽ ആ ബോർഡർ ഇല്ലെന്നും സ്റ്റഫിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ജെറ്റ് ബ്ലാക്ക് ആണ് താനും. ബ്ലൗസിൻ്റെ കയറ്റത്ത് ഇങ്ങനൊരു ബോർഡർ. ഇതിന് വില വ്യത്യാസം ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. 1299 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയേ ഉള്ളോ? ഇത്ര സാരിയുള്ളോ? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീണ്ടും പുതിയൊരു സാരി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയരുത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് എന്നാണെന്നറിയാം, എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാരണങ്ങളാലായിരിക്കും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാമോ എന്നൊക്കെ ചോദിക്കും. 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്, വാട്സപ്പ് കോൾ വഴി ബുക്കിംഗ് ഇല്ല. ഒരാവശ്യത്തിന് വാട്സപ്പ് കോള് സ്റ്റാഫ് എടുക്കില്ല. വാട്സപ്പ് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ എങ്ങനെ വേണേൽ അയച്ചോ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയിരിക്കും. അത് എൻഷുർ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.